എന്താണ് കൺസിസ്റ്റൻസി? ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കൺസിസ്റ്റൻസി എന്താണെന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാമെന്നല്ലേ. പക്ഷേ കൺസിസ്റ്റൻസി ശരിക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ആണോ? ഹായ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് കോഫി വിത്ത് ഡോക്ടർ അനീറ്റ. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് കൺസിസ്റ്റൻസിയെ കുറിച്ചിട്ടാണ്. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ റിസൾട്ട് കിട്ടുമോ എന്നുള്ളത്. എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് കൺസിസ്റ്റൻസിക്ക് നമ്മുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. പക്ഷേ എങ്ങനെയാണ് നമുക്ക് ആദ്യം തന്നെ കൺസിസ്റ്റൻസി നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടുന്നത് എന്ന് നോക്കാം. ആൻഡ് ദ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഓവർനൈറ്റ് സക്സസ്സുകൾ നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ്. നമ്മൾ ആ ഒരു പ്രോസസ്സിലൂടെ പോകുന്നതിന് പകരമായിട്ട് ആ എൻഡ് റിസൾട്ട് മാത്രം നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ പല ദിവസങ്ങളിലും നമുക്ക് മോട്ടിവേഷൻ ഇല്ലാതിരിക്കുന്ന ദിവസങ്ങളുണ്ടാവും അല്ലേ. മനുഷ്യനാണ്, അതായത് നമ്മൾ ഒരു മെഷീൻ പോലെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ മോട്ടിവേഷൻ തോറ്റുപോകുന്ന സ്ഥലങ്ങളിൽ പോലും കൺസിസ്റ്റൻസി വിജയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ഒരു ദിവസം 1000 രൂപ സേവ് ചെയ്ത് വെച്ചു, പിന്നീട് നിങ്ങൾ 30 ദിവസത്തേക്ക് 1 രൂപ പോലും അതിലേക്ക് ഇടുന്നില്ല എന്ന് വിചാരിക്കാം. ബട്ട് അതിന് പകരം നിങ്ങൾ ഒരു ദിവസം 100 രൂപ സേവ് ചെയ്ത് വെച്ചു. നിങ്ങളൊരു 2 മാസം ആ 100 രൂപ അതിലേക്ക് സേവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ ഒരു ദിവസം നിങ്ങൾ 10 മണിക്കൂർ പഠിച്ചു, ഇങ്ങനെ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് 10 മണിക്കൂർ പഠിച്ചു. പിന്നീട് നിങ്ങൾ പഠിക്കുന്നേയില്ല. ബട്ട് സെയിം ടൈം എല്ലാ ദിവസവും നിങ്ങൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ പഠിക്കുകയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് എത്രയോ കാലങ്ങൾ. ഏതാണ് കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുണ്ടാവുക? കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് പെർഫെക്ഷൻ അല്ല, മറിച്ച് അതൊരു പ്രോഗ്രസ് ആണ്. നമ്മൾ ഒത്തിരി ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, നമുക്ക് ആ ഒരു എൻഡിലോട്ട് എത്തുമ്പം നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, മോട്ടിവേഷൻ ഫെയിലായി പോയ സ്ഥലങ്ങളിൽ പോലും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രവർത്തിച്ചു എന്നുള്ളത്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവരെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ അവരുടെ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ട് മാത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അത് ഏതൊരു കാര്യമായിക്കോട്ടെ. എന്തുകൊണ്ടാണ് നമ്മൾ കുട്ടികളോടൊക്കെ പറയുന്നത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കൂ എന്ന് പറയുന്നത്? എല്ലാ ദിവസവും കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയേക്കാളും ഈ അവസാന സമയത്ത് പഠിക്കുന്ന കുട്ടിയുടെ റിസൾട്ടിൽ നമുക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെയാണ് ഏതൊരു കാര്യമായാലും. ഒരു ദിവസം ജിമ്മിൽ പോകുന്നു, പിന്നെ ഒരു 10 ദിവസത്തേക്ക് പോകുന്നേ ഇല്ല. ഒരു ദിവസം പോയിട്ട് ചിലപ്പം അത്രയും ഭയങ്കര ഹാർഡ് വർക്ക് ആയിരിക്കും. പക്ഷേ അയാളെക്കാളും നമുക്ക് റിസൾട്ട് കാണാൻ വേണ്ടി പറ്റുന്നത് അരമണിക്കൂർ എല്ലാ ദിവസവും പോയി ചെയ്യുന്ന ഒരാളുടെ ശരീരത്തിലാണ്. സോ അതുകൊണ്ടാണ് പറയുന്നത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ്. ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. നിങ്ങൾക്ക് ഈ പറയുന്നുണ്ടാവും എൻ്റെ ചാനലിൽ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സാണ് അല്ലേ, 177 സബ്സ്ക്രൈബേഴ്സാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്ന ദിവസം എൻ്റെ ചാനലിലുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എനിക്ക് അതായത് ഒരു സബ്സ്ക്രൈബർ പോലും കൂടാത്ത ദിവസങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. 3-4 ദിവസമായിട്ട് അതേപോലെ ഉണ്ട്. അതേപോലെ തന്നെ വ്യൂസ് ആണെങ്കിലും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ നമുക്ക് ഒത്തിരി വ്യൂസൊന്നും കിട്ടത്തില്ല. പക്ഷെ ഇപ്പം നമ്മൾ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവും, നമ്മളിനി ചെയ്യേണ്ട എന്ന് വിചാരിക്കും, നമുക്ക് മടി വരും, നമ്മൾ വിചാരിക്കും ഇത് സക്സസ്ഫുൾ ആവുമോ, അങ്ങനെ ഒരുപാട് ഇന്നർ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്കുണ്ടാവും. പക്ഷേ അപ്പോൾ നമ്മൾ ആലോചിക്കുക, എല്ലാവരും ഇങ്ങനെയായിരുന്നു. അവരുടെ കൺസിസ്റ്റൻസി കൊണ്ട് മാത്രമാണ് അവർ ലൈഫിൽ സക്സസ്ഫുൾ ആയത്. നിങ്ങൾ വിചാരിക്കുന്നില്ലേ നമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ ലക്കാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത്? ലക്കിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കൺസിസ്റ്റൻ്റ് ആണ്. ഇവിടെ ഒരു പ്രശ്നം വരുന്നതെന്ന് അറിയോ, നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന ഒരു കാര്യം നമുക്കത് തെറ്റിപ്പോയി, നമ്മുടെ കയ്യിൽ നിന്ന് പോയി, പിന്നെ നമ്മൾ 2-3 ദിവസത്തേക്ക് അത് ചെയ്യുന്നില്ല. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇപ്പം നല്ല കൃത്യമായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അവർ ചിലപ്പോൾ രാവിലത്തെ ഒരു സമയത്ത് അവർക്കത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഉച്ചയ്ക്കും രാത്രിയിൽ അവർക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും.
പക്ഷെ ഇവിടെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണ്, ഇന്ന് രാവിലെ അങ്ങനെ പോയില്ല, ഇനി ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ പോയിക്കോട്ടെ. അതിനേക്കാളൊക്കെ നല്ല സത്യം പറഞ്ഞാൽ രാവിലെ ഒക്കെ അങ്ങനെയായി, ബട്ട് ഉച്ചയ്ക്ക് എനിക്ക് തിരിച്ച് അതേ റൊട്ടീൻ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. പോട്ടെ, ഇപ്പം നമുക്ക് ചില ആൾക്കാർക്ക് അറിയാലേ കുറച്ച് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പം ഈവൻ ഒരു മാസത്തേക്ക് പോലും ഒരു ഹൈബർനേഷനിലേക്കൊക്കെ, അതായത് ഒന്നുമായിട്ടൊരു ബന്ധമില്ലാത്ത സ്റ്റേജിലേക്കൊക്കെ പോകുന്നത് പോലെ ഉണ്ടാവും. പക്ഷേ അവർക്ക് പോലും തിരിച്ചു വരാൻ വേണ്ടി കഴിയുന്നതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യം. ഞാൻ ഒരാളോട് പോലും നിങ്ങൾ നാളെ മുതൽ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുമെന്ന് പറയുന്നില്ല. അതിന് പകരം നിങ്ങൾ 5 മിനിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സമയം നമ്മൾ വെച്ച് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് അത് എൻ്റെ രാവിലത്തെ നമ്മുടെ ഫ്രഷ് ആയതിനു ശേഷം ഓട്ടോമാറ്റിക്കലി എൻ്റെ ബ്രെയിൻ പറയുന്നത് ആ ഡയറി എടുക്കും എഴുതും എന്നുള്ള കാര്യമാണ്. അതങ്ങനെ ഒരു കൺസിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നതിലൂടെ തന്നെ അത് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. നമ്മുടെ ഈ എൻ്റെ റിസൾട്ട് നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു ഹാബിറ്റിനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നിങ്ങൾ ഏതൊരു ഡ്രീം ആയിക്കോട്ടെ, ഏത് ഡ്രീമോ ആയിക്കോട്ടെ, നിങ്ങളുടെ കരിയറിലുള്ള സക്സസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യം ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു അംബീഷൻ ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, എനിത്തിങ് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് അവിടെയാണ് ആ ഒരു കാര്യം ഇരിക്കുന്നത്. നമ്മൾ ഈ കമ്പാരിസണൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ വല്ലാണ്ട് നമുക്കൊരു ഡീമോട്ടിവേഷൻ വന്നു കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. മോട്ടിവേഷന് കൺസിസ്റ്റൻസിയെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ കൺസിസ്റ്റൻസിക്ക് മോട്ടിവേഷനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ കമ്പാരിസണൊക്കെ ചെയ്യുന്നതിനേക്കാളും പകരമായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഇപ്പം നിങ്ങൾക്കൊരു മത്സര പരീക്ഷയ്ക്ക് പഠിക്കണം എന്ന് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ എൻട്രൻസോ PSC അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരു 100 MCQ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ഭയങ്കരമായിട്ട് മടി വരികയാണ്, നിങ്ങൾ വിചാരിക്കുകയാണ് ഇതിനെക്കൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഫുൾ പുസ്തകം പൂട്ടി വെച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് 100 MCQs ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ ആ ദിവസം ഒരു 20 എണ്ണം ചെയ്യുന്നത്. അവിടെ റിസൾട്ട് 0 അല്ല, മറിച്ച് നിങ്ങൾക്കൊരു ഗ്രാഫിലൊരു അപ്പ് തന്നെയാണുള്ളത്. നമ്മളൊന്നും ചെയ്യാണ്ടിരുന്നാൽ നമ്മുടെ ഗ്രാഫ് ഈ ഒരു ലെവലിലാണ് പോവുക. അതിന് പകരം കയറ്റങ്ങളുണ്ടാവും, ഇറക്കങ്ങളുണ്ടാവും, പിന്നെയും കയറ്റങ്ങളുണ്ടാവും. ഈ പറയുന്ന എനിക്ക് പോലും എല്ലാ കാര്യങ്ങളും സക്സസ്ഫുൾ ആയിട്ടൊന്നും അല്ല വരുന്നത്. എല്ലാ കാര്യങ്ങളൊന്നും ഒരു മനുഷ്യനും അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും എല്ലാം കിട്ടില്ല. പക്ഷേ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഏത് കാര്യം ആയിക്കോട്ടെ, ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഈ ഒരു ചാനലിലെ കാര്യം മാത്രമല്ല, എന്ത് കാര്യം ആയിക്കോട്ടെ, കൺസിസ്റ്റൻസി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന അത്രയും കാലം അവസാനം നമുക്കൊരു റിസൾട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും കൺസിസ്റ്റൻ്റ് ആവും. പ്രോഗ്രസ്സിനേക്കാളും ആ പ്രോഗ്രസ് ഒന്ന് പതുക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങുക. അതായത് പെർഫെക്ഷൻ അല്ല വേണ്ടത്, മറിച്ച് കൺസിസ്റ്റൻസിയാണ്. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഓക്കെ ഇത്രയേ ഉള്ളൂ, ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ കയ്യിൽ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും ഉണ്ടാവില്ല, മേ ബി 1-2 ബുക്കേ ഉണ്ടാവുള്ളൂ. അത് വെച്ച് തുടങ്ങുക. പതുക്കെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് പറ്റും. സോ ബി കൺസിസ്റ്റൻറ്റ് ഓൾവേസ്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.